വയനാടുണ്ടായ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് ഞാൻ ഇനി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. കാരണം മലയാളികളുടെ ഓരോരുത്തരുടെയും നെഞ്ചിലും ഇന്നും വിങ്ങലാണ് വയനാടിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും. വയനാടിന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കേരളത്തിലെ ഓരോ മലയാളികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹായ ഹസ്തങ്ങളുമായി മുന്നോട്ട് വരുന്നവർക്ക് പല രീതിയിലുള്ള മോശപ്പെട്ട കമന്റുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മലയാളികളുടെ കൂട്ടായ്മ ഒറ്റക്കെട്ടാണെന്ന് തന്നെ പറയാം. ഇങ്ങനെ മോശപ്പെട്ടിട്ടുള്ള കമന്റ് ഇട്ടിട്ടുള്ള എല്ലാവർക്കും നല്ല തിരിച്ചടി കിട്ടിയിട്ടുമുണ്ട്. ഒരു അമ്മിഞ്ഞപ്പാൽ തരാമെന്ന് പറഞ്ഞ് അമ്മ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ആ ഒരു ബാഡ് കമന്റ് ഇട്ടയാൾക്ക് നന്നായി കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഹെഡ് മാസ്റ്റർ ചങ്ക് പൊട്ടി സ്കൂൾ മുറ്റത്തിരുന്ന് കരഞ്ഞിട്ടുള്ള വീഡിയോയുടെ താഴെ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ആ ഒരുത്തിനെയും പോലീസ് പൊക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് വേറൊരു സംഭവം ഉണ്ടായത്. റിജോ പോൾ 999 എന്ന മെയിൽ ഐഡിയിൽ നിന്നും വളരെ മോശപ്പെട്ട ഒരു കമന്റ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു കമന്റ് കാണാത്തവർക്കായി ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഈ കമന്റ് കണ്ടല്ലോ. ഈ കമന്റ് കണ്ട ആർക്കാണെങ്കിലും എന്താണ് തോന്നുക? അടിച്ചവന്റെ അണപ്പല് പൊഴിക്കാനല്ലേ തോന്നുള്ളൂ. എന്നെ പോലെ ഏതൊരു മലയാളികൾക്കും ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാവും, ഇങ്ങനൊരു വികാരം തോന്നും, രക്തം തിളയ്ക്കും. അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. റിജോ പോൾ 999 എന്ന ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ കമന്റും ആ ഒരു പ്രൊഫൈൽ പിക്ചറിലുള്ള ആളും ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു മുഖം പരിചയമാണ്. എന്നാൽ ഈ ഒരു മുഖം കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിച്ച അന്നാസ് ഫുട്പാത്ത് തന്നെ ഇപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത്. മറ്റൊന്നുമല്ല, ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക്, അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു. ഞാനത് 2-3 കമന്റ് വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു. എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത്. ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്. റിജോ പോൾ 999 എന്ന് പറയുന്ന ഒരു ഐഡി എന്ന് പറയുന്നത് പക്ക ഫേക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യമെല്ലാം വ്യക്തമായല്ലോ. റിജോ പോൾ 999 എന്ന് പറയുന്ന ഒരു ഫേക്കായ ഐഡി ആണ്. ശരിക്കുമുള്ള റിജോ എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ പിക്ചർ മിസ്യൂസ് ചെയ്തിട്ട് ഏതോ ഒരു വ്യക്തി എവിടെയോ ഇരുന്നിട്ട് ഒരു കമന്റ് ആണിത്. അപ്പം ഇതിന്റെ ആഘാതങ്ങളും അവഹേളനങ്ങളും അപമാനങ്ങളും ഈ ഒരു ചെറുപ്പക്കാരന് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവരിവിടുന്ന് പറയുന്നത്. അതിൽ റിജോ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷെ ഒറ്റൊരു ഇത് മാത്രമല്ല, ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇത് നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം, ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം. പക്ഷെ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു. ആ സൈബർ സെല്ലിൽ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് ആളിപ്പോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അല്ലെ, ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത്, ആള് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം. അപ്പൊ പറയുന്നത് കേട്ടില്ല. പരാതി കൊടുക്കേണ്ടവർക്കൊക്കെ അവർ കറക്റ്റ് ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ നാട്ടുകാർക്കൊക്കെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവരുടെ നാട്ടുകാരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിലെ മറ്റിടങ്ങളിലുള്ള എല്ലാവരും ഈ ഒരു വ്യക്തിനെ ഈ ഒരു കമന്റ് ഇട്ട ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം നമ്മളായിട്ട് തന്നെ അതിന് മാറ്റി കൊടുക്കണം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വയനാട്ടിലെ ക്യാമ്പിൽ രാവും പകലും അധ്വാനിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്കെതിരെയാണ് ഇതേപോലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായത്. ആരോപണമല്ല, ഇങ്ങനെ ഒരു ഐഡിയിൽ കമന്റ് ഇട്ടിട്ട് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലത് കാണുമ്പോൾ നമ്മളത് വിശ്വസിക്കും, ചിലപ്പോൾ അതിനെതിരെ പ്രതികരിക്കും. പക്ഷെ നാളെ അത് പ്രതികരിച്ചത് തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ഷമ പറയാനും, ഞാൻ ചെയ്തത് തെറ്റായി പോയി, അതല്ലാന്ന് തുറന്നു പറയാനുള്ള മനസ്സും കാണിക്കണം. അപ്പം അത് തന്നെയാണ് അന്നാസ് ഫുട്പാത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പറയുന്ന റിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷം അവരത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ആ ഒരു വീഡിയോയുമായിട്ട് തെറ്റുകാരനല്ല, ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യിക്കണം എന്നുള്ളൊരു വീഡിയോയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിലും നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിലും ഉയർത്തിക്കൊണ്ട് വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യുന്നവരുമാണ്. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഈ റിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്നുള്ളതും കേരളത്തിലുള്ള എല്ലാവരും കണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നാളെ എനിക്കും വരാം, നിങ്ങൾക്കും വരാം. ആർക്കൊക്കെ ഇത് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മളാണെന്നാണ്. കാരണം ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ അതിന് ഇങ്ങനെയുള്ളവരൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് വന്നേ തീരൂ. വയനാട് തന്നെയുള്ള റിജോയുടെ ഫോട്ടോയും വെച്ച് ആ ഒരു ഐഡിയും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കമന്റ് ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ റിജോയ്ക്ക് പരിചയമുള്ള ഒരാൾ തന്നെ ആയിരിക്കാം ഇട്ടിട്ടുള്ളത്. ആരാണെന്നുണ്ടെങ്കിലും നിയമത്തിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് വരട്ടെ, അതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടട്ടെ.